നമ്മൾ പ്രവാസത്തിലേക്ക് വരുന്നത് നമ്മളെ കുടുംബത്തിന് വേണ്ടിയിട്ട്, കുടുംബത്തെ കരുപിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ്. ഒരു തെങ്ങ് കാണുമ്പോൾ പ്രവാസികൾക്ക് അത് വികാരമാണ്. ഇല എടുത്തപ്പോൾ അമ്മമ്മല്ലേ അമ്മമ്മ മോളെ അത് അവിടെ വെച്ച് ഞാൻ ചാടിക്കോളും. അല്ല എന്നോട് ചാടാൻ പറഞ്ഞല്ലേ, അതെടുത്ത് ചാടി എന്ത് ചാട എങ്ങനെ ചാടാ. സൽമാൻ രാജാവിൻ്റെ സ്പെഷ്യൽ സോണാണത്. അവിടുന്ന് വിട്ടില്ല, എടുത്തിട്ടിട്ട് പിന്നാലെ വരാൻ പറഞ്ഞു. നെഞ്ചിട്ടിച്ച് പണ്ടം കീറി. മറക്കില്ല ഞാൻ ഈ പ്രവാസം. നമസ്കാരം. മറക്കില്ല ഞാൻ ഈ പ്രവാസം. പ്രവാസം കേവലം ഈ വിരഹത്തിന്റെ ഒറ്റപ്പെടലിന്റെയും കഥ മാത്രമല്ല. ഒരുപാട് പേർക്ക് മറ്റു പല കഥകളും പറയാനുണ്ട്. ഭാര്യയുടെ സ്വർണം പണയം വെച്ച് ഗൾഫിലേക്ക് വന്നു. ഇപ്പൊ ഭാര്യയ്ക്ക് എത്രമാത്രം സ്വർണം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു കഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. ശ്രീ നിതിൻ കണ്ടംപേത്ത് സൗദിയിൽ ദമാമിലാണ് പ്രവർത്തിക്കുന്നത്. ലോകം മുഴുക്കെ അദ്ദേഹത്തിന് പരിചയക്കാരും ആരാധകരും ഉണ്ടെന്ന് വേണമെങ്കിലും പറയാവുന്ന ഒരു വ്ളോഗറാണ്, യൂട്യൂബറാണ്. അദ്ദേഹമാണ് ഇന്ന് മറക്കില്ല ഞാൻ ഈ പ്രവാസത്തിൽ തൻ്റെ ഓർമ്മകളിലേക്കൊന്ന് തിരിഞ്ഞു പോകുന്നത്. റോസ് ഗാർഡൻ റെസ്റ്റോറന്റ് ദമാം. എൻ്റെ പേര് നിതിൻ, സ്വദേശം കണ്ണൂരാണ്. ഇപ്പോൾ പ്രവാസത്തിൽ വന്നിട്ട് 15 വർഷമായി. സൗദി അറേബ്യയുടെ ദമാമിലാണ് ഇപ്പോൾ പ്രവാസ ജീവിതം നയിച്ചുകൊണ്ടേയിരിക്കുന്നത്. പ്രവാസത്തിലേക്ക് എല്ലാവരും ഓരോ കാരണങ്ങളായിട്ടാണ് പ്രവാസത്തിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ ഒരു അപ്രതീക്ഷിതമായിട്ട് പ്രവാസത്തിലേക്ക് എത്തപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. ഒരിക്കലും പ്രവാസത്തിലേക്ക് പോകരുത് എന്ന് ആഗ്രഹിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. എല്ലാ സുഹൃത്തുക്കളും, എല്ലാവരും കൂടെ പഠിച്ചവരും നാട്ടിലുള്ളവരൊക്കെ ഒരുപാട് പേര് പ്രവാസത്തിലാണ്. പക്ഷേ ആ ഒരു ചിന്ത വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനിയൻ നന്നായിട്ട് പഠിക്കും, ഞാനത്ര പഠിക്കില്ല. അപ്പം അനിയൻ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവൻ എങ്ങനെയായിരുന്നാലും എബ്രോഡ് പോകാനുള്ള ചാൻസുകൾ ഉണ്ടാകും. അപ്പോൾ അച്ഛനും അമ്മയും പ്രായമാകുമ്പോൾ ആരെങ്കിലും കൂട്ടുണ്ടാവണം എന്നുള്ള പ്രതീക്ഷയിൽ ആ ഒരു ചിന്തയിലായിരുന്നു അന്ന് പ്രവാസം തിരഞ്ഞെടുക്കാതിരുന്നത്. പക്ഷേ നമ്മൾക്ക് ദൈവനിശ്ചയം പോലെ ഓരോന്നും കാത്തുവെച്ചതൊരിക്കലും നമ്മളെ തേടി വരാതിരിക്കില്ലല്ലോ. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് 2010 പ്രവാസത്തിലേക്ക് പ്രവേശിച്ചു. അതും വരാനുണ്ടായിരുന്ന കാരണമെന്ന് പറയുന്നത്, പെട്ടെന്ന് ജോലി സംബന്ധമായിട്ട് എറണാകുളത്ത് ചെറിയൊരു വിഷമം വന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് മിസ്റ്റർ ഫവാസിനെ വിളിച്ചു പറഞ്ഞു, ഫവാസെ എടാ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, എങ്ങനെയെങ്കിലും ഒന്ന് നമ്മളെല്ലാവരും പ്രവാസത്തിലേക്ക് ചില ഇൻസിഡൻ്റായിട്ടൊക്കെ വരും. അപ്പോൾ അതുപോലെ ഉദ്ദേശിക്കുന്ന ഇൻസിഡൻ്റ് ഒന്നല്ല കേട്ടോ, ജോലി പോയൊരു ഇൻസിഡൻ്റ് ആയിരുന്നു. അപ്പോൾ എന്തോ അൽഹംദുലില്ലാ ഞാൻ എറണാകുളത്ത് നിന്ന് തിരിച്ച് കണ്ണൂരേക്ക് പോവുകയാണ്. ഞാനും വൈഫും മോനും. അന്നേരം കണ്ണൻ ചെറുതായിരുന്നു. തിരിച്ച് പോകുമ്പോൾ ഇപ്പോഴും ഓർമ്മയുണ്ട്, പട്ടാമ്പി എത്തുന്നതിലും മുന്നേ എനിക്ക് കോൾ വരികയാണ്, എടാ നീ എത്രയും പെട്ടെന്ന് തന്നെ തയ്യാറായിക്കോ, ചിലപ്പോൾ 2 ആഴ്ച കൊണ്ട് വിസ വരും. പ്രതീക്ഷയോടെ കാത്തിരുന്ന വിസ വരുമെന്ന് പറഞ്ഞപ്പോൾ ഒരു നെഞ്ചിടിപ്പാണ്. അത് പ്രവാസികൾക്ക് ഉണ്ടാകുന്നൊരു നെഞ്ചിടിപ്പാണ്. കാരണം പിന്നീട് അവന് കുടുംബത്തെ മാറ്റി നിർത്തപ്പെട്ട് ഒറ്റയ്ക്ക് ഒരു ജീവിതത്തിലേക്ക് പോകുമ്പോഴുള്ള നെഞ്ചിടിപ്പ് അന്ന് അനുഭവിച്ചതാണ്. പക്ഷേ ചിലത് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ വേറെ ഒന്നും ചിന്തിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് വെറും 2 ആഴ്ച കൊണ്ട് തിരിച്ച് പ്രവാസത്തിലേക്ക് വരണം. പക്ഷേ പെട്ടെന്ന് പറഞ്ഞ് ഇത്ര പൈസ വേണം വരാൻ വേണ്ടിയിട്ട്. കാരണം അന്നേരമൊക്കെ വിസയുടെ ഒരുപാട് പൈസയൊക്കെ ഒരുപാട് ചിലവ്, ഇപ്പോഴും ചിലവുകളുണ്ട് ഒരുപാട് വിസയ്ക്ക്. അപ്പോൾ പെട്ടെന്ന് എങ്ങനെയാക്കും എന്നുള്ളതല്ല. ചെറിയ ശമ്പളത്തിൽ നാട്ടിൽ ജോലി ചെയ്യുന്ന സമയത്ത് അത്ര വലിയ പൈസ ഉണ്ടായിരുന്നില്ല. എല്ലാവരും പെട്ടെന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വൈഫിൻ്റെ ഓർണമെൻറ്റ്സ്. അതേ സംഭവം ഞാനും ചെയ്തു. വൈഫിൻ്റെ ഓർണമെൻറ്റ്സ് ബാങ്കിൽ വെച്ചു, കൃത്യസമയത്ത് പണം കിട്ടി, നേരെ ഫ്ലൈറ്റ് കയറി സൗദി അറേബ്യയുടെ ദമാമിലേക്ക് വന്നു. സുഹൃത്ത് ഇവിടെ എന്നെ കൂട്ടാൻ വന്നു. അവിടെ വന്നപ്പോൾ ഏറ്റവും ആദ്യം വന്ന ഓർമ്മ എന്ന് പറയുന്നത്, എൻ്റെ മുന്നേ ഓണറായിട്ടുണ്ടായിരുന്ന നമ്മുടെ സുഹൃത്ത് തന്നെയാണ്, അസ്ലങ്ക. അദ്ദേഹത്തെ കാണാൻ പോയത് നമ്മുടെ ദമാം ലുലു ഷോപ്പിംഗ് സെൻറ്ററിലാണ് ഫസ്റ്റ് ഞാൻ പോയത്. അതിനിടയിൽ 2 സുഹൃത്തുക്കളെ അവരെ കണ്ടു. അത് ഇപ്പോൾ ഓർമ്മയിൽ വരുവാണ് കേട്ടോ, ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഓർമ്മയിൽ വരുവാണ്. അന്ന് അദ്ദേഹം പറഞ്ഞത്, നീ ഇപ്പം വന്നിരിക്കുന്നത് സൗദി അറേബ്യയിലത്തെ ഏറ്റവും വലിയൊരു ഹൈപ്പർ മാർക്കറ്റിലാണ്, അപ്പോൾ അവിടെയാണ് എനിക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞത്, ഇനി നമുക്ക് നേരെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് വീട്ടിലേക്കൊക്കെ പോയി അവിടെ നിന്ന് പ്രവാസ ജീവിതം ആരംഭിക്കുകയാണ്. അങ്ങനെ തുടർന്ന് കൊണ്ടുപോയി ഇപ്പോൾ 15 വർഷമായി. 15 വർഷത്തിനിടയിൽ ഒരുപാട് സന്തോഷവും സങ്കടങ്ങളും എല്ലാം ഇടകലർന്ന മനോഹരമായ പ്രവാസം ഇങ്ങനെ നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. റോസ് ഗാർഡൻ റെസ്റ്റോറന്റ് ദമാം. പ്രവാസത്തിലേക്ക് കാലുവെക്കുന്ന ആദ്യ ദിവസം തന്നെ എല്ലാവർക്കും നെഞ്ചിടിക്കും. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ അനുഭവത്തിൽ, ഞാനെടുത്ത തീരുമാനത്തിൽ, അത് ഞാൻ എപ്പോഴും എൻ്റെ അറിയുന്നവരോടൊക്കെ പറയാണ്ട്, നമ്മൾ പ്രവാസത്തിലേക്ക് വരുന്നത് നമ്മളെ കുടുംബത്തിന് വേണ്ടിയിട്ട്, കുടുംബത്തെ കരുപിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ്. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് എടുക്കുന്ന പ്രവാസമാണ്. അപ്പോൾ അറിഞ്ഞുകൊണ്ടെടുക്കുന്ന പ്രവാസത്തിൽ ഒരിക്കലും പിന്തിരിഞ്ഞ് നോക്കിയിട്ട് അതിനെക്കുറിച്ച് വേദനിക്കരുത്, അത് വിഷമിക്കരുത് എന്നൊരു ചിന്ത
അന്നുണ്ടായിരുന്നു, ഇന്നും ഉണ്ടത്. കാരണം നമ്മൾ തിരഞ്ഞെടുക്കുന്ന പ്രവാസം നമ്മളായിട്ട് തിരഞ്ഞെടുത്തതാണ്. അപ്പം ആ വിഷമങ്ങളും നമ്മളായിട്ട് തിരഞ്ഞെടുത്തതാണ്. പിന്നെ ആ വിഷമത്തെ ഓർത്ത് നമ്മൾ സഹതിപ്പിക്കുക എന്ന് പറയുന്നത് പിന്നെ നമ്മൾ പ്രവാസം തിരഞ്ഞെടുക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ പ്രവാസത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ജോലിയുണ്ട്, ഒരുപാട് തിരക്കുകളുണ്ട്. അതൊക്കെ അതിൻ്റെ ഇടയിൽ നമ്മൾ കുടുംബത്തെ ഓർത്തുകൊണ്ട് ആ സമയങ്ങളിൽ ജോലിയുടെ സമയത്ത് കുടുംബത്തെ ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ജോലി അതേപോലെ ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. അത് പണ്ടേ ശീലിച്ചതാണ്. ഞാൻ നാട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്തും ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് പടി ഇറങ്ങിയിട്ട് കമ്പനിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കമ്പനി എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. തിരിച്ച് കമ്പനിയിൽ നിന്ന് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ വീട് മാത്രം, കമ്പനി ഒന്നുമില്ല. അതൊരു മാറ്റം ഉണ്ടായിരുന്നു. ആ രീതിയിൽ തന്നെയായിരുന്നു ഈ ചിന്താഗതി ഉണ്ടായിരുന്നത്. ഇപ്പോൾ ചിലപ്പോൾ ചോദിക്കും, ഇപ്പോൾ വീട്ടിൽ നിന്ന് ഭാര്യയെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു എമർജൻസി കോള് വൈഫിൻ്റെ അടുത്ത് വരുവാണെങ്കിൽ, അതായത് അതിനൊരു കോഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്, അന്നും കൊടുത്തിട്ടുണ്ട്, ഇന്നും കൊടുത്തിട്ടുണ്ട്. അനാവശ്യമായിട്ട് ദയവ് ചെയ്ത് ഓഫീസ് ടൈമിൽ കോൾ ചെയ്യരുത്. അത്യാവശ്യം ഉണ്ടെങ്കിൽ 2 or 3 മിസ് കോൾ. അതാണ് ശരിക്കും അതിൻ്റെ ശരിയായ ഒരു പോയിന്റ്. നേരെ തിരിച്ച് ഓഫീസിൽ നിന്നുള്ളൊരു എമർജൻസി കോളോ അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് ഒരു കോള് കണ്ടാൽ അത് എപ്പോഴാണെങ്കിലും അറ്റൻഡ് ചെയ്യും. കാരണം നമ്മുടെ അന്നം അവിടെയാണ്. പക്ഷേ എപ്പോഴും അത് ഓർത്ത് ഇരിക്കില്ല എന്ന് മാത്രം. അത് നമ്മൾ പിന്തുടർന്ന് കഴിഞ്ഞാൽ ഒരുപാട് വിഷമങ്ങൾ നമുക്ക് ഇല്ലാതാക്കാം. കാരണം എല്ലാവരും എപ്പോഴും പറയുമ്പോൾ പ്രവാസത്തിലിരുന്നുകൊണ്ട് നാട്ടിനെ ഓർക്കും. നാട്ടിലെ കൂട്ടുകാരെ വേർപിരിഞ്ഞു, അച്ഛനമ്മ വേർപിരിഞ്ഞു, ഭാര്യ മക്കളെ വേർപിരിഞ്ഞു, എല്ലാം വേർപിരിഞ്ഞു. നാട്ടിലെ പച്ചപ്പ് അത് കാണുമ്പോഴൊക്കെ ഭയങ്കര വികാരമാണ് പ്രവാസികൾക്ക് അറിയാം അതിൻ്റെ വേദന. അത് നാട്ടിലുള്ളവർക്ക് അറിയില്ല ശരിക്കും. ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ നാട്ടിൽ നിന്ന് ഇടുമ്പോൾ എല്ലാവരും ചോദിക്കും ഇതെന്താണ് ഇത്ര വലിയ കാര്യമുള്ളൂ. പക്ഷേ നാട്ടിൽ വന്നിട്ട് ഒരു പച്ചപ്പ്, ഒരു തെങ്ങ് കാണുമ്പോൾ പ്രവാസികൾക്ക് അത് വികാരമാണത്. അത് പ്രവാസത്തിൽ ഒരു പ്രാവശ്യം വന്നവർക്ക് ആ വികാരം അറിയാതെ. എല്ലാവരും കഷ്ടപ്പെടുന്നുണ്ട്, നാട്ടിലും ജോലി ചെയ്യുന്ന കഷ്ടപ്പെടുന്നത് തന്നെയാണ് പ്രവാസികൾ. എല്ലാവരും പറയപ്പെടും ഇത് പ്രവാസികൾ മാത്രമാണോ കഷ്ടപ്പെടുന്നത് എന്നുള്ളത്. പക്ഷേ പ്രവാസികളുടെ കഷ്ടപ്പാടിന് വേറൊരു ഭാഗമുണ്ട്. നാട്ടിലെ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ജോലിയൊക്കെ കഷ്ടപ്പെട്ട് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഭാര്യ ആയിരുന്നാലും അമ്മയായിരുന്നാലും ഒരു ചായ തരും, അല്ലെങ്കിൽ എന്തെങ്കിലും തരും, അവരെ കാണാൻ പറ്റും, അവരിരിക്കാൻ പറ്റും, മക്കളോടൊപ്പം കളിക്കാൻ പറ്റും. അപ്പോൾ പ്രവാസികളായിരിക്കുന്ന കുടുംബമില്ലാത്ത പ്രവാസികൾക്ക് കുടുംബം തന്നെ ഇപ്പോൾ ഇവൻ ഭാര്യയും മക്കളൊക്കെ കൂടിയുണ്ടാകും. പക്ഷേ അവിടെ അച്ഛനും ഇല്ല, അമ്മയും ഇല്ല, സഹോദരങ്ങളും ഇല്ല, സുഹൃത്തുക്കളൊന്നുമില്ല. അതും ഒരു ഭാഗമാണ്. നമ്മൾ വന്ന് ഇവിടെ കയറുമ്പോഴുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യത്യസ്തമായൊരു അനുഭവം തന്നെയാണ്. നാട്ടിലാകുമ്പോൾ അതൊന്നും നമ്മൾക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും അതിനെ ജോലി എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും നാട്ടിലുള്ളവരും ജോലി എടുക്കുന്നു, ഇവിടെയുള്ളൊരു ജോലി എടുക്കുന്നു. പക്ഷേ ഇവിടെ നിന്ന് എടുക്കുന്ന ജോലിക്ക് ഒറ്റപ്പെടലിൻ്റെ ഒരു വേദനയോടുള്ള ജോലിയാണ്. ആ ഒറ്റപ്പെടൽ നമ്മൾ മനസ്സിലേക്ക് എടുക്കാതെ നല്ല യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പ്രവാസം സുന്ദരമാണ്, സുഗമമാണ്, എല്ലാം മനോഹരമാണ്. എനിക്ക് എന്നോട് തന്നെ തോന്നിയൊരു സന്തോഷ നിമിഷം എന്ന് പറയുന്നത് പ്രവാസത്തിലത് ഒരാൾ ചോദിച്ച ചോദ്യത്തിന് ഒരു ഉത്തരം നൽകിയപ്പോഴാണ് എനിക്ക് ഏറ്റവും പ്രവാസത്തിലെ ഏറ്റവും സന്തോഷ നിമിഷം ഉണ്ടായത്. കാരണം വേറൊന്നല്ല, ഞാനിവിടെ വന്നിട്ട് ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതിനും കൂടെ അർത്ഥമല്ല. ഞാനിവിടെ വന്നിട്ട് എന്നെ ആർക്കും അറിയില്ല. എന്നെ അറിയാൻ തുടങ്ങിയത് വെറും 2021, 22 തൊട്ടിട്ടാണ് എന്നെ ആർക്കെങ്കിലും അറിയാൻ തുടങ്ങിയത്. ഇപ്പോഴാണ് കൂടുതലായിട്ട് അറിയാൻ തുടങ്ങിയത് 2023 മുതൽ. അത്ര വരെ സരിത ടീച്ചറെ ഹസ്ബൻഡ് എന്നുള്ള പേരിലാണ് ഞാൻ അറിയപ്പെട്ടിരുന്നതും എല്ലാവർക്കും അറിയുന്നതും. അപ്പോൾ ഞാൻ സന്തോഷമുണ്ടായ നിമിഷം എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, എന്നോട് ഞാൻ നമ്മളെ പല രീതിയിലും പല വാക്കുകളായിട്ട് ഒരുപാട് ആൾക്കാരായിട്ട് പല സംവാദങ്ങളുണ്ടായ പല തർക്കങ്ങളുണ്ടാവും. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഇപ്പം കുറച്ച് ആൾക്കാർ അറിയപ്പെട്ടപ്പോൾ ആൾക്കാർ അറിയുന്നോ ഇല്ലെന്ന് എനിക്കറിയില്ല. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹം വേറൊരാളോട് പറഞ്ഞു, അവൻ എല്ലാവരും അറിയപ്പെടുന്നത് സരിത ടീച്ചർ ഹസ്ബൻഡല്ലേ, അത് ആർക്കറിയാൻ വേണ്ടിയിട്ടാണ്, അവൻ എന്താ ഉള്ളതെന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ ഞാനത് അറിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചു. അതാണ് പണ്ടേയുള്ള സ്വഭാവം. എന്തുണ്ടെങ്കിലും മുഖത്ത് നോക്കി പറയും. അതുകൊണ്ട് ഒരുപാട് ശത്രുക്കളുണ്ട്. പക്ഷെ അത് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മനസ്സ് ശുദ്ധമായി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലൊന്ന് വെച്ച് എവിടെയും കൊണ്ടുപോകരുത്. അദ്ദേഹത്തെ ഞാൻ വിളിച്ചു. അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒന്ന് പറഞ്ഞു എന്നറിഞ്ഞല്ലോ, അതെന്താണ് അതിൻ്റെ സത്യാവസ്ഥ വെച്ചു. അപ്പോൾ അദ്ദേഹമൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, ഭാര്യ ആയിരുന്നാൽ ആരായിരുന്നു, നമ്മൾ 4 ചുവരുകൾക്കുള്ളിൽ അവരെ ഒതുക്കാതെ, അവർക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, അവർക്ക് ഒരുപാട് കഴിവുകളുണ്ടാവും. അതിനെ നമ്മൾ മാക്സിമം എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളത് കൊണ്ട് തന്നെ അവൾക്ക് ഏറ്റവും പാഷൻ എന്ന് പറയുന്നത് ഡാൻസാണ്. അപ്പോൾ ഡാൻസിന് അവളെ സുഹൃത്ത് ഡാൻസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ, ഡാൻസ് പഠിപ്പിക്കണമെന്ന് പറഞ്ഞപ്പം അതിന് തുനിഞ്ഞിറങ്ങി. അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ സൗദി ദമാമിൽ അറിയപ്പെടുന്ന ഒരു ഡാൻസ് ടീച്ചറായി. ആ ഡാൻസ് ടീച്ചർ ഹസ്ബൻഡ് എന്ന് അറിയപ്പെടാനാണ് ഇപ്പോഴും ആഗ്രഹം. ഇപ്പോഴും ആര് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ അഭിമാനം കൊള്ളുകയാണ്. ഭാര്യയുടെ പേരിൽ അറിയപ്പെടാൻ വളരെ സന്തോഷമാണ്. പക്ഷേ അൽഹംദുലില്ലാ ഇപ്പോഴും ഏകദേശം ഞാനും കുറച്ച് അവളുടെ അടുത്ത് വരുന്നുണ്ട്. ഏകദേശം എന്നെ ആൾക്കാർ അറിഞ്ഞുകൊണ്ടേ വരുന്നുണ്ട്. അത് ഏറ്റവും ആ സന്തോഷം എന്ന് പറഞ്ഞത്, എനിക്ക് മനസ്സിൽ സന്തോഷം തോന്നിയതാണ് അദ്ദേഹത്തോട് ഇത് തുറന്ന് പറഞ്ഞപ്പോൾ മനസ്സിലുണ്ടായ ആരോടെങ്കിലും ഒന്ന് പറയണമല്ലോ നമ്മളെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ. അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അതാണ് ഏറ്റവും വലിയ സന്തോഷം. അതുകൊണ്ട് തന്നെ എന്നെ അറിയപ്പെടുന്നത് എന്നെയല്ല അറിയപ്പെടാം. നമ്മളൊരു ടാഗ് ലൈൻ ഉണ്ട്, നിതിനും കെട്ടിയോളും കുട്ടിയോളും. ഞാൻ അവരില്ലാതെ എവിടെയും പോകാറില്ല, അവരില്ലാതെ എവിടെയും ഇല്ല, അവർ തന്നെയാണ് എപ്പോഴും ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കുമ്പോൾ അത് പൂർണ്ണതയിലേക്ക് എത്തില്ല. അപ്പോൾ എങ്ങനെയായിരുന്നാലും അവളെ പ്രിയപ്പെട്ട അവതാരകൻ ഒന്ന് നമ്മുടെ വൈഫിനെയും കൂടെ ഈ ഒരു ഭാഗത്ത്, വാമഭാഗത്ത് ഒന്ന് ഇരുത്താൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നു.
അപ്പൊ ഇപ്പൊ തന്നെ ഫെബിനെ വിളിച്ചു പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് സെവിലി ഇയർ മെഗാ ഡീൽ നടക്കുവാണ്. അപ്പൊ ഈ ഓഫർ ആരും മിസ് ചെയ്യണ്ട. ഞാൻ വന്നിട്ട് ഏകദേശം 1.5 വർഷമാകുമ്പോഴത്തേന് ഫാമിലിനെ ഇവിടെ കൊണ്ടുവന്നു. അതിനൊരു കാരണം എന്ന് പറയുന്നത്, ഞാൻ ബാച്ചുലറായി താമസിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, മിസ്റ്റർ ഫസീൽ. അവൻ പറഞ്ഞ വലിയൊരു കാര്യമുണ്ട്. അതായത് അവന് വാപ്പ എന്ന് പറയുന്നത് വീട്ടിലേക്ക് വരുമ്പോൾ വെക്കേഷൻ, അവൻ നാട്ടിൽ നിൽക്കുമ്പോൾ വാപ്പ സൗദിയിൽ തന്നെയായിരുന്നു, നമ്മളെ പ്രിയപ്പെട്ടൊക്കെയാണ് അയ്യൂബ് ഖാ. അദ്ദേഹം നാട്ടിലേക്ക് വരുമ്പോൾ അവന് ഭയങ്കര പേടിയാവും. വാപ്പ എന്ന് പറയുന്നത് അവനറിയില്ല എങ്ങനെയാണ് വാപ്പ പെരുമാറുക. അവൻ എന്നോട് തുറന്ന് സംസാരിച്ചൊരു കാര്യമാണ്. എങ്ങനെയാണ് ഫസീലെ, നീ കാണുവാണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ, നിൻ്റെ അനുവാദം ഇല്ലാതെ നിൻ്റെ അനുഭവം പറയാണ്. ആ അനുഭവത്തിലൂടെയാണ് 14 വർഷമായിട്ട് 13 വർഷമായിട്ട് അവളെ കൂട്ടാൻ വേണ്ടിയിട്ട് മനസ്സിലേക്ക് ആ ഒരു പവർ തന്നതും എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യം. അപ്പോൾ വാപ്പ വരുമ്പോൾ ഒരു ഭയമാണ്, വാപ്പയോടെ എങ്ങനെ സംസാരിക്കും. ചിലപ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാകും കുട്ടികൾക്കൊക്കെ. അങ്ങനെ കുറച്ച് 2 ആഴ്ചയാകുമ്പോഴേക്കാണ് വാപ്പയായിട്ടൊന്ന് മിംഗ്ലായി വരുമ്പോഴേക്ക് വാപ്പ പോകാനുള്ള സമയമാവും. അപ്പം അന്ന് മനസ്സിൽ കുറിച്ചതാണ്. അല്ലെങ്കിലും പ്രവാസത്തിൽ വരുമ്പോൾ തന്നെ മനസ്സിൽ കുറിച്ചാണ്. കുടുംബമില്ലാതെ ഒന്നും കാര്യമില്ല. കാരണം മക്കൾ നടക്കുന്നതൊക്കെ കാണാതെ ജീവിതത്തിലേക്ക് എന്ത് സമ്പാദിച്ചിട്ടും ഒരു കാര്യമില്ലാണ് എനിക്ക് പറയാനുള്ളത്. ചിലവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകുന്നത് സാധിക്കില്ല. അതിൽ വിഷമിക്കുക, അതിൽ ക്ഷമ ചോദിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. അതിലേറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്, ആൾ വന്നതുകൊണ്ട് ഇങ്ങനെ നൃത്തം സ്റ്റാർട്ട് ചെയ്തു. അത് ഇവിടുന്ന് നൃത്തം പഠിപ്പിക്കാനുള്ള ഒരു ഇൻസിഡൻറ്റും കൂടി ഉണ്ടായിരുന്നു. എൻ്റെ തൊട്ടടുത്തുള്ള നൈബർ ജസീല, അവളുടെ മോള് നമ്മുടെ കണ്ണൻ്റെ പ്രായം. അപ്പോൾ എന്തായാലും എൻ്റെ മോളെ ഒരു സ്റ്റുഡൻ്റായിട്ട് തരാം, നീ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ 2-3 കുട്ടികൾ, ഫിറോജയുടെ മോൾ, അങ്ങനെ 2-3 കുട്ടികളെ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ സൗദിയിൽ ദമാമിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഭയങ്കര സന്തോഷം. കാരണം വെച്ചാൽ 8-9 വർഷം ചെറിയ ബ്രേക്കല്ല, അതൊരു വലിയൊരു ബ്രേക്കാണ്. ശരിക്കും ആ ഒരു ബ്രേക്കിന് ശേഷം വളരെ സന്തോഷത്തോടെ ആ ഒരു പാഷൻ എന്നുള്ള ഉള്ളിലുള്ള ഒരു പാഷൻ പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ മാളൂസ്, 2ാമത്തെ ആൾ കുഞ്ഞിയാണ്, 9 മാസമേ ആയിട്ടേ ഉള്ളൂ. പക്ഷേ എന്നിരുന്നാലും ആ ഒരു പാഷൻ ഉള്ളിലുള്ളത് കൊണ്ട് അതങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുട്ടികളുണ്ട്. പിന്നെ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യാനും പറ്റി. 4 പ്രാവശ്യം ഗുരുവായൂരിൽ അരങ്ങേറ്റം കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ളൊരു ഭാഗ്യം, അത് മഹാഭാഗ്യമാണ്. അത് ചെയ്യാൻ പറ്റി. അങ്ങനെ സന്തോഷം ആയിട്ട് പോകുന്നു. 17 വർഷമായിട്ട് പലരും നമ്മളെ കാണുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെ നമ്മൾ കണക്റ്റായി കണ്ണൂരും തിരുവനന്തപുരം? അതും തെക്കനും വടക്കനും നമ്മൾ ആരും ഇതാക്കി പറയുന്നതല്ല. വടക്ക് ഉള്ളവർ പറയും സ്വാഭാവികമായിട്ട്, എല്ലാവർക്കും അറിയായിരിക്കും തിരുവനന്തപുരത്തുള്ള പോലെ. തെക്കനെ കണ്ടു കഴിഞ്ഞാൽ മൂർക്കനെയും തെക്കനെയും കണ്ടു കഴിഞ്ഞാൽ തെക്കനെ കൊല്ലണമെന്ന് പറയും. പക്ഷേ ഒരു തെക്കത്ത് കുറേ കാലമായിട്ടുണ്ട്, മൂർക്കനേക്കാൾ അടിപൊളിയാണ്, കുഴപ്പമില്ല. അത് ശരിക്കും എല്ലാ സ്ഥലങ്ങളിലും എല്ലാ രീതിയിലുള്ള ആൾക്കാരുണ്ട്, സ്വഭാവമായിട്ടും. അത് എല്ലാ തരത്തിലും ഉണ്ടല്ലോ. അതിപ്പം തിരുവനന്തപുരം ഒന്നുമില്ല, തെക്കില്ല. എങ്ങനെ തിരുവനന്തപുരത്ത് എത്തി ചോദിക്കും. അത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വടക്ക് എന്ന് പറയുന്നത് വടക്ക് തന്നെയാണ്. അത് ഭയങ്കര ഒരു നിമിത്തമാണ്. പിന്നെ സ്നേഹിച്ച് കെട്ടിയതാണെന്നൊക്കെ സംശയമുണ്ട്. പക്ഷെ സ്നേഹിച്ച് കെട്ടിയതെന്നല്ല, കണ്ട് നേരെ പോയി പ്രപ്പോസ് ചെയ്തതാണ്. കണ്ടു, പിന്നെ അച്ഛനെ വിളിച്ചിട്ട് ഉടനെ തന്നെ വന്ന് ചോദിക്കുകയാണ്. ഭയങ്കര ഡീസൻ്റ്. ഇത് എല്ലാ വീട്ടിലൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. വീട്ടിൽ വന്ന് പ്രപ്പോസ് ചെയ്താൽ മാത്രമേ കല്യാണം കഴിക്കുന്നുണ്ടപ്പോൾ അച്ഛനെയും കൂട്ടി വന്നു. കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് നടന്നു. ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നവർ വരിക, നമ്മൾക്ക് ഇവിടെ നല്ലൊരു ചായയൊക്കെ കുടിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുക, അതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ. പിന്നെ അതായത് കല്യാണം കഴിഞ്ഞ് ഒരു രീതിയിലും കണ്ണൂർ ഭാഷ അവിടെ വന്നിന ഇവിടെ വന്നിന പോയിനപ്പോൾ വന്നിനപ്പോൾ കീഞ്ഞിനപ്പോൾ ഓടിനപ്പോൾ വന്ന് പോയിനപ്പോൾ എന്നെല്ലാം പറയുന്നത് നമ്മളെ ഭാഷ ഓക്കെ അറിയില്ല. ഞാൻ നമ്മൾ കണ്ണൂർ ഭാഷ എനിക്ക് കിട്ടത്തില്ല. ഇപ്പോൾ കണ്ണൂർ ഭാഷ പറയുമ്പോൾ ഓക്കെ അറിയില്ല, എന്നാ പറയുന്നത് ഒരു വസ്തു അറിയില്ല. അത് തിരുവനന്തപുരത്ത് കണ്ണൂർ വന്നവർക്ക് കൂടുതലായിട്ട് അറിയായിരിക്കും. നമ്മളെ പ്രവാസികൾക്ക് ചിലപ്പം അറിയാൻ പറ്റും. പക്ഷേ ഒരു രീതിയിലും കണ്ണൂർ ഭാഷ അറിയാത്തവർക്ക് പെട്ടെന്ന് അറിയില്ല. ആശാദി എൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ നല്ല സദ്യയൊക്കെ, പുതിയ മണ്ണല്ലേ, സദ്യയൊക്കെ കൊടുത്ത് ഇലയൊക്കെ എടുത്ത്, ഇത് നടന്ന സംഭവം തന്നെയാണ്. ഒരുപാട് മിമിക്രികളിലും കോമഡികളിലൊക്കെ ഉണ്ടായിരുന്ന സംഭവമാണ്. ഇല എടുത്തപ്പോൾ അമ്മമ്മല്ലേ, അമ്മമ്മ മോളെ അത് അവിടെ വെച്ച് ഞാൻ ചാടിക്കോളും. അല്ല, എന്നോട് ചാടാൻ പറഞ്ഞല്ലേ, അതെടുത്ത് ചാടിക്കാൻ. എന്ത് ചാട, എങ്ങനെ ചാടാ, സാധനം എടുത്ത് വെച്ചിട്ട് ഇത് എങ്ങനെ നമ്മൾ ചാടാന്ന് വെച്ചാൽ നമ്മൾ ചാടാന്നുള്ളൊരു വാക്ക് ഒരിക്കലും അറിയില്ല. നിങ്ങൾക്ക് ആർക്കും അറിയാം, വടക്കോട്ടുള്ളവർ അത്തക്കോട്ടുള്ള ചാടാന്ന് സംഭവം. ചാടാന്ന് പറഞ്ഞാൽ കളയാന്ന് അർത്ഥാക്കുന്നത്. ഇവളിങ്ങനെ പിടിച്ച് എൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, സരിത ഒന്നുമില്ല, കുഴപ്പം, നീ എടുത്ത് അവിടെ വെച്ചാൽ മതി. അപ്പോൾ അവർക്കെല്ലാം സംഭവം മനസ്സിലായി. അവർക്കും അറിയില്ല എന്ത് ഭാഷയാണ് തിരുവനന്തപുരത്ത് പറയാന്നുള്ളത്. എടുത്ത് കളയാതോ ഇതാണെന്നും അറിയില്ല നമുക്ക്, അതങ്ങനെയാണ്. അപ്പോൾ ചാടാന്ന് മാത്രമല്ല, പിന്നെ കുറേ കാലം വർത്തമാനം പറയുമ്പോൾ വീട്ടുകാർ കുടുംബക്കാർ വർത്തമാനം പറയുമ്പോൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് മനസ്സിൽ ഒന്നും ഇപ്പോഴും ചില ഫ്രണ്ട്സൊക്കെ വന്ന് കൂടുതൽ മലയാളം നമ്മളെ തനി കണ്ണൂർ ഭാഷ പറയുമ്പോൾ ചിലത് ക്യാച്ചപ്പ് ആവില്ല. എന്നാലും ഇപ്പോൾ നല്ല ഫ്രണ്ട്സ്, കണ്ണൂർക്കാരുടെ ഫ്രണ്ട്സ് ഒരുപാടുള്ളതുകൊണ്ട് രുചി രണ്ടും അജഗജാന്തരം രുചികളാണ്. ഞാനിപ്പോൾ വ്ളോഗ് ചെയ്യുമ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം തന്നെയാണ്. ഒരിക്കലും ആരും കുറ്റം പറയാൻ കഴിയില്ല. കാരണം
അവളുണ്ടാക്കുന്ന ഫുഡിൻ്റെ രുചി നമ്മൾക്ക് ഒരിക്കലും ഇഷ്ടപ്പെടില്ല, നമ്മളുണ്ടാക്കുന്നത് അവൾക്ക് ഇഷ്ടപ്പെടില്ല. കാരണം രണ്ടും ഇൻഗ്രീഡിയൻസ് വരെ വ്യത്യാസമാണ് പല രീതിയിൽ. ഇപ്പം തനി കണ്ണൂർ സ്റ്റൈൽ അടിപൊളിയായിട്ട്, അത് ഫിറോജയോടെ തന്നെ നന്ദി പറയണം. എല്ലാ കടികളും എല്ലാ ഇതും പഠിപ്പിച്ചു കൊടുത്തത് ഫിറോജയാണ്. റോസ് ഗാർഡൻ റെസ്റ്റോറൻറ്റ് ദമാം. എൻ്റെ ജോലി എന്ന് പറയുന്നത് ഡിസൈനിങ് ആയിരുന്നു. അതായത് നമ്മുടെ ബോർഡർ ഡിസൈൻ അതുപോലെ തന്നെ പല്ലോ ഡിസൈനൊക്കെ ചെയ്ത് കൊടുത്തിട്ട് പഠിപ്പിക്കലായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു സെൻട്രൽ ഗവൺമെൻറ് ഒരു പ്രൊജക്റ്റിനായിട്ട് ഞാൻ തിരുവനന്തപുരത്ത് പോയതാണ്. ആദ്യമായിട്ട് കണ്ടൊരു സ്ഥലമുണ്ട്, അത് പറഞ്ഞേ പറ്റൂ. ബാലരാമപുരം കൈത്തറിയുടെ ഓഫീസുണ്ട് ബാലരാമപുരത്ത് തന്നെ. അതിപ്പോൾ എനിക്ക് തോന്നുന്നു പൊളിച്ചു പോയി. ഒരു 4 വർഷം മുന്നേ പോയപ്പോൾ നമ്മൾ രാത്രി അവിടെ പോയിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. 4-5 വർഷം മുന്നേ അല്ലേ. എങ്ങനെ പോയാലും അതിൻ്റെ മുന്നിലൊന്ന് പോയിട്ടൊന്ന് കണ്ടിട്ട് അവിടെയാണ് അവിടെ നിന്നാണ് തലയിൽ വെച്ച് തന്നത്. അവിടെ പോവും, അതെപ്പോഴും ഓർക്കും. അപ്പോൾ ആ ഭാഗമൊക്കെ വിട്ടു. ഇപ്പം ഒന്നുമില്ല, കൈത്തറിയില്ല, ഒന്നുമില്ല, ടെക്സ്റ്റൈലൊക്കെ കഴിഞ്ഞു. ഇങ്ങനെ പ്രവാസത്തിലേക്ക് വന്നു. നാട്ടിൽ നിന്ന് കഴിഞ്ഞിട്ട് പ്രവാസത്തിൽ വന്ന പ്രവാസത്തിൽ ഒരുപാട് നല്ല ഓർമ്മകളും ചിന്തകളും നല്ല ജീവിതങ്ങളൊക്കെ ഉണ്ട്. പ്രവാസത്തിൽ നമുക്ക് ഉണ്ടാകുന്ന രസം എന്ന് പറയുന്നത് വീക്കെൻഡ് ആകുമ്പോൾ തന്നെയാണ് രസമുള്ളത് അല്ലേ. ശരിക്കും പ്രവാസത്തിൽ നമ്മൾക്ക് ഉണ്ടായിരുന്നതിൽ ഏറ്റവും വലിയ സന്തോഷവും രസവും തോന്നിയ നിമിഷം എന്ന് പറയുന്നത് ട്രാവൽ ചെയ്ത സമയത്താണ്. സൗദി അറേബ്യയിൽ മുഴുവനായിട്ടും ട്രാവൽ ചെയ്തൊരു ഇതുണ്ടായിരുന്നു. അതൊരിക്കലും ഇതിൽ മാറ്റിവെക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. കൊറോണ എന്ന മഹാമാരിയുടെ ആ സമയത്ത് എല്ലാവരും അടച്ചുപൂട്ടി കിടക്കുമ്പോൾ നമ്മൾ അടച്ചുപൂട്ടി. ആ സമയത്ത് 2021 ജനുവരി 1-ാം തീയതി അവിടെ നിന്ന് അങ്ങോട്ടാണ് രസം എന്ന് പറയുന്നത്. പ്രവാസത്തിൽ ശരിയായ ഒരു ഇത് ശരിക്കും സ്റ്റാർട്ട് ചെയ്തത് അവിടെ നിന്ന് തന്നെയാണ് അല്ലേ. അതിന് മുന്നേ ഉള്ളത് അതിന് മുന്നേ മൊത്തം പോസിറ്റീവായിരുന്നു. 2021 ജനുവരി 1-ാം തീയതിയാണ് കൊറോണ പോസിറ്റീവ് ആകുന്നത്. അതിന് മുന്നേ ദൈവം സഹായിച്ചിട്ട് ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട് പലതും ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് പോസിറ്റീവായ സമയത്ത് മാളൂസിൻ്റെ ടിക്ടോക്ക് അക്കൗണ്ട് വെച്ചിട്ട് നമ്മൾ ടിക്ടോക്ക് സ്റ്റാർട്ട് ചെയ്തു. അത്ര വരെ സത്യം ബി ഫ്രാങ്ക് ടിക്ടോക്ക് ചെയ്യുന്നവർ വഴക്ക് തെറി പറഞ്ഞ ആളാണ്. അത് ഡാനിയൊക്കെ നമ്മളൊക്കെ ഡാനിയൊക്കെ കാണാൻ തെറി പറയും. അതെ, നമ്മളെ കുറേ പേര് ഇത് ടിക്ടോക്കിൻ്റെ ഇത് കാണുമ്പോൾ നമുക്ക് എന്താണെന്നുള്ളൊരു സംഭവം നമ്മളിങ്ങനെ പറയാറുണ്ട്. അതിൽ ശരിക്കും അതിൻ്റെ രസം എന്ന് പറയുന്നത് തുടങ്ങിയ സമയത്ത് പിന്നെ എല്ലാവരും അടച്ചുകൂട്ടി 3 വർഷത്തേക്ക് 2 വർഷം നാട്ടിൽ പോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചു ഒരു യാത്ര ചെയ്യാമെന്ന്. അതിന് മുന്നേ നമ്മുടെ സുജാതൻ ടീമൊക്കെ ആയിട്ട് അബഹയിൽ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ ചെറിയൊരു യാത്ര ചെയ്യാമെന്ന് തീരുമാനിച്ചു. ആ യാത്ര നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് ഒന്നും അറിയാത്തൊരു യാത്രയാണ്. ഒരു ചെറിയൊരു സുഹൃത്ത്, നമ്മളൊരു ആമിർ എന്ന സുഹൃത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് നിയോം പ്രൊജക്റ്റ് നടക്കുന്നത്. അത് പ്രൊജക്റ്റ് വരുന്നതിന് മുന്നേ പോയി കണ്ട മനോഹരമായ സ്ഥലം, പക്ഷേ എവിടെയാണ് എന്താണെന്നൊന്നും അറിയില്ല. അങ്ങനെ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത്. പക്ഷെ അത് അല്ല 1 വീക്ക് എന്ന് പറഞ്ഞ് നമ്മൾ 4 ദിവസത്തെ 5 ദിവസത്തേക്ക് 4-5 ദിവസത്തെ ഇവിടുന്ന് അത് പിന്നെ പറയാം. സസ്പെൻസ് വിളിക്കണ്ട. ഇവിടുന്ന് ട്രാവൽ ചെയ്തിട്ട് റിയാദ് എത്തി. ഇവിടെ റിയാദ് എത്തിയിട്ട് നേരെ തായ്ഫിലേക്ക് പോകാമെന്ന് വിരിച്ചിട്ടപ്പോൾ തായ്ഫിൽ നമ്മളൊരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞു മിസ്റ്റർ റിയാസ്. അത് വേറൊരു കഥയാണ്. അത് കഥ പറയുകയാണെങ്കിൽ പിന്നെ പറയാതെ വേണ്ട. തിരിച്ച് വിളിച്ചുകൊണ്ട് നീരുംഭായി എന്നെ അറിയില്ല കേട്ടോ അദ്ദേഹത്തിന്. അതായത് നമ്മളെ ടിക്ടോക്കിലൂടെ കണ്ടിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. പുള്ളി പറഞ്ഞു നീരുംഭായി തായ്ഫിലേക്ക് വരണ്ട, നല്ല മഴയാണ്, നല്ല വെള്ളപ്പൊക്കമാണ്, നമ്മൾ അബഹയിലേക്ക് പോകേണ്ട പരിപാടിയായിരുന്നു അല്ലേ. നിങ്ങൾ വേറെ എവിടെയെങ്കിലും മാറിക്കോന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ രാത്രി റിയാദിൽ തന്നെ തങ്ങി. റിയാദിൽ നിന്ന് രാവിലെ അവിടെ നിന്ന് നേരെ മഴയൊക്കെ കുറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ രാത്രി വരണമെന്നുള്ള നേരെ തായ്ഫിലേക്ക് പോകുന്ന വഴിക്കുണ്ട് നമ്മളെ സൗദി അറേബ്യയിലെ ഞാൻ കണ്ട ആദ്യത്തെ ട്രാവൽ വ്ളോഗർ മിസ്റ്റർ അലി വ്ളോഗ്സിൻ്റെ അലി വിളിക്കുവാണ്. ഇപ്പോൾ നിങ്ങൾ തായ്ഫിൽ പോകണ്ട, ഞാൻ അൽബഹയിലുണ്ട്, നീ ഒന്ന് അൽബഹയൊക്കെ വന്നാണ്. ഭയങ്കര സ്നേഹമുള്ളത് കൊണ്ട് വിളിച്ചപ്പോൾ ഒന്നും നോക്കിയില്ല. പോകുന്ന വഴിക്ക് ലെഫ്റ്റ് കട്ട് ചെയ്തിട്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അൽബഹയിലെത്തി. അവിടെ എത്തുമ്പോൾ അൽബഹയിൽ നല്ല മഴ, അടിപൊളി മഴ. അൽബഹയിൽ 2 ദിവസം അല്ലേ, 2 ദിവസം നല്ല രീതിയിൽ സ്റ്റേ ചെയ്തു അൽബഹയിൽ നിന്ന്. അപ്പോൾ പിന്നെ നമ്മളെ യാത്ര ചെയ്യുന്നതിൽ നമ്മൾ തിരഞ്ഞെടുത്തതെന്ന് പറഞ്ഞാൽ ഒരിക്കലും മെയിൻ റോഡുകളിലൂടെ യാത്ര ചെയ്തിട്ടില്ല. മാക്സിമം ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യാനാണ് ശ്രമിച്ചത്. നല്ല രീതി, കാരണം ഗ്രാമങ്ങളിലൂടെ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് കാണാനും ആസ്വദിക്കാനുണ്ടാവും. പിന്നെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ആരെയും കൂട്ടാറില്ല. ഒരുപാട് പേര് പറയാറുണ്ട്, നമ്മൾ 2 പേര് പറയാറുണ്ട്. പിന്നെ ഈ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയതിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്, അത് പറയാൻ വിട്ടുപോയി. ഞാൻ ട്രാവൽ ചെയ്തത് നമ്മളെ യാരിസ് കാറിലാണ്. അത് ഞാനും മക്കളും സരിതയും മാത്രമാണ് ട്രാവൽ ചെയ്തത്. ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അന്നാണ് നമ്മൾ പേരിട്ടത് നിതിനും കെട്ടിയോളും കുട്ടിയോളും. ട്രാവൽ ചെയ്യുന്ന സമയത്താണ് അതിൻ്റെ ലോഗോ പോലും ഉണ്ടാക്കിയത്. അന്നാണ് ആ ടാഗ് ലൈൻ വന്നത്. അൽബഹയ്ക്ക് കറങ്ങി കണ്ടു, എല്ലാ സ്ഥലങ്ങളും കണ്ടു. അൽമന്തക്ക് വഴി തായ്ഫിലേക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്ന അനുഭവം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. അവിടെ പോകുന്നത് പെരുന്നാളിൻ്റെ അന്നാണ് നമ്മൾ പോകുന്നത്. പെരുന്നാളിൻ്റെ അന്ന് പോകുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ
അന്ന് സൗദി അറേബ്യയിൽ മുന്തിരി ഉണ്ടെന്നോ അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ പിന്നെ മാതളം ഉണ്ടെന്നോ സൗദി അറേബ്യയിൽ ഇത്രയും പഴങ്ങൾ ഇത്രയും സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന ഒന്നും അറിയില്ല കേട്ടോ. പോകുന്ന പോക്കിൽ വെറുതെ ഇങ്ങനെ എനിക്കൊരു സ്വഭാവമുണ്ട്, എന്തെങ്കിലും ദൂരെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് പോയിന്റ് ചെയ്തിട്ട് അങ്ങോട്ട് പോകും. വഴിയുണ്ടോ ഇല്ലെന്നൊക്കെ സെക്കൻഡറിയാണ്. പോകുന്ന പോക്കിൽ വലിയൊരു ഡാം കണ്ടു പോകുന്ന വഴി. ആ ഡാം കണ്ടപ്പോൾ നമ്മുടെ സ്ഥലത്ത് എങ്ങനെയായാലും പോകണം. ഈ ഡാം കണ്ട് പോകുന്ന വഴികളൊക്കെ ഓരോ വീട്ടിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുവാണ് ഓരോ സ്ഥലങ്ങളിലേക്ക്. അങ്ങനെ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ കുറേ മുന്തിരി ഇങ്ങനെ തളിർത്ത് നിൽക്കുവാണ്. അത് പറിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ആളല്ലേ ഒരു പുള്ളി വന്നിട്ട് പറഞ്ഞ് എന്താണ് ചെയ്യാൻ ഒന്നുമില്ല, പുള്ളി കണ്ടുകൊണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തതാണ്, പാട്ടൊക്കെ എടുക്കാൻ വേണ്ടി എന്നായിരുന്നു. അപ്പോൾ അദ്ദേഹം വീട്ടിനകത്തോട്ട് കയറി, കാരണം പെരുന്നാളാണ്. അകത്തോട്ട് വിളിച്ചപ്പോഴാണ് നോക്കുന്ന ഒരുപാട് കൃഷികൾ അതിനിടയിൽ വീട്ടിന് മുഴുവനായിട്ട്. കാരണം ഓരോ തട്ട് നമ്മളെ ഊട്ടി പോലത്തെ സ്ഥലം തന്നെ, തട്ട് സ്ഥലമാണ്, ഫ്രൂട്ട്സുകൾ, എന്നിട്ട് കുറേ പക്ഷികൾ. ഞാനിതൊക്കെ നോക്കി തിരിഞ്ഞു വരുമ്പോഴത്തേക്ക് ആശാത്തിയെ കാണാനില്ല, ആളെവിടെയാണെന്ന് കാണുന്നില്ല. ഞാൻ തിരിഞ്ഞു മറിഞ്ഞ് നോക്കുമ്പോൾ പുള്ളിക്ക് മനസ്സിലായി വൈഫിനെ നോക്കുന്നതാണ്. അപ്പം പുള്ളിയുടെ ഉമ്മ എവളെയും കൂട്ടിയിട്ട് വീട്ടിന്, അത് സൗദി അറേബ്യയിലുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. അതാണ് ഏറ്റവും അനുഭവം എന്ന് പറയുന്നത്. നമ്മളൊരു പരിചയമില്ല, നമ്മളൊന്നുമില്ല. ആ ഭാഗത്തുള്ള ആൾക്കാരുടെ സ്വഭാവം എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കിയത്. അത്രയും ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു, ഒരു പരിചയമില്ലാത്ത ഒരുപാട് അനുഭവമുണ്ടായിരുന്നു. ആളെയും കൂട്ടിയിട്ട് പുള്ളി ഡിഫൻസിൽ വർക്ക് ചെയ്യുന്നതാണ് പുള്ളി. എന്നിട്ട് എന്നെ കൊണ്ടുപോയി നോക്കുമ്പോൾ ആൾ നല്ല എന്താ അൽസ പോലത്തെ, നമ്മുടെ നാട്ടിലെ അൽസ പോലത്തെ ഒരു സംഭവമാണ് പെരുന്നാളുണ്ടാക്കിയത്. ഒരുപാട് ഫ്രൂട്ട്സുകൾ, തേന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് ഹണി കോമ്പായിട്ടുള്ള തന്നെ തേന്. പിന്നെ നമ്മുടെ നാട്ടിൽ പ്രത്യേകം അവിടെ ആ ഒരു ഭാഗത്ത് പ്രത്യേകം വിഷുവിന് നമ്മൾ കണിവെക്കുന്ന പോലെ കുറേ സംഭവങ്ങൾ അവിടെ ഇങ്ങനെ ഈ ഭാഗത്ത് ഞാൻ ചോദിച്ചപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നില്ല. അറിയുന്ന ആൾക്കാരോടൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓരോ സ്ഥലങ്ങളിലും ഓരോ ഇത് വ്യത്യാസം വരികയും കുറേ സംഭവങ്ങൾ ഇങ്ങനെ കുറേ ആഹാരങ്ങൾ വെച്ച് അതുപോലെ കണി വെക്കുന്ന പോലെ കുറച്ച് പാത്രങ്ങൾ അതൊക്കെ വെച്ചിട്ട് ഭയങ്കര ഭംഗിയായിട്ട് അവിടെ എന്നിട്ട് നമ്മൾ ഇരുത്തിയിട്ട്, അന്ന് ആൺ പെൺ ഭേദമൊന്നുമില്ല, എല്ലാവരും ഒരുമിച്ച് ഇരുത്തിയിട്ട് സംഭവം ഇടിയിച്ച് അതൊക്കെ ചെയ്ത് തന്നിട്ട് അത് മുഴുവൻ കഴിപ്പിച്ചു. കുറച്ച് നമ്മളെ കലത്തപ്പം പോലത്തെ ഒരു സംഭവം തന്നിട്ടുണ്ടായിരുന്നു, കുറേ ലെയറായിട്ട്, അല്ല ചട്ടിപ്പത്തിരി പോലത്തെ, അതും കഴിച്ചു. അത് കഴിഞ്ഞ് തിരിച്ച് കുറേ സമയം സംസാരിച്ച് ഇറങ്ങാൻ പോകുമ്പോൾ അത് വലിയ പെരുന്നാളായിരുന്നു, വലിയ പെരുന്നാളായിരുന്നു. വലിയ പെരുന്നാളിന് മട്ടൻ, ഒരു കീസും നിറച്ച് മട്ടൻ തരുവാണ്, കുറേ ഫ്രൂട്ട്സും തരുവാണ്. ഈ മട്ടൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ട്രാവലിങ്ങിനെ ചെയ്തുകൊണ്ടിരിക്കല്ലേ, ഓക്കെ കുഴപ്പമില്ല, ആരെങ്കിലും കാണും, ആർക്കെങ്കിലും അതിന് വായ്ഭാഗ്യമുള്ളൂ എന്നുള്ളതുകൊണ്ട് വെച്ചു. തായ്ഫിൽ റിയാസിന് കൊടുക്കാന്നുള്ള പരിപാടിയിലാണ് പോകുന്നത്. എല്ലാം റിയാസിനോട് പറഞ്ഞ് എല്ലാം സെറ്റാക്കി വെച്ചു തന്നു. അങ്ങനെ അൽമന്തക്കുന്ന് ഇങ്ങനെ നല്ല കൃഷിയിടങ്ങളൊക്കെ ആരെങ്കിലും പോവുകയാണെങ്കിൽ അൽബഹീന്ന് തായ്ഫ് പോകണമെങ്കിൽ അൽമന്തക്ക് വഴി തന്നെ പോകണം. അതിന് അൽമന്തക്കിൻ്റെ അകത്തും ഒരുപാട് കൃഷിയിടമുണ്ട്. പോകുന്ന വഴിക്ക് വേറൊരാൾ കണ്ടിട്ട് പറഞ്ഞു ഇന്ന് പോകണ്ട, ഇന്ന് ഇവിടെ നിന്ന് എൻ്റെ വീട്ടിൽ നിന്നോട്ടൊരു വീട് കാണിച്ചു തന്നു, പഴയ വീട്. അവിടെ നിന്ന് ഒരു വീട് കാണാൻ പോയി. എനിക്ക് വേറെ ഞാൻ പറഞ്ഞില്ല നേരത്തെ തുരയുണ്ട്, കാണുമ്പോൾ അങ്ങോട്ട് നോക്കുന്നത് ചരിത്രങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഒരു പഴയ വീടുകൾ. ആ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് പഴയ വീടുകളുണ്ട്, പൊട്ടിപ്പൊളിഞ്ഞ വീടുകൾ. അപ്പോൾ ഒരു പൊട്ടിപ്പൊളിഞ്ഞ വീടിനുള്ളിൽ ഇങ്ങനെ അകത്തോട്ടൊക്കെ കയറി നോക്കുമ്പോൾ അത് ആ നാട്ടിലെ തന്നെ ഏറ്റവും വലിയ വീടായിരുന്നു. അത് തട്ടായിട്ട് അതിനുള്ളിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഒരു പുള്ളി ഭയങ്കര ദേഷ്യം, എന്താ എങ്ങനെ കയറി, ഞാൻ പണി കിട്ടിയ പുള്ളി പറഞ്ഞത് അതിനുള്ളിൽ പാമ്പ് എന്തെങ്കിലും ഉണ്ട്, അത് നമുക്കറിയില്ല, തലയിൽ കയറിയില്ല. ഒരുപാട് റൂമുകൾ 3 നിലയിലൊക്കെ മണ്ണ് കൊണ്ടുണ്ടാക്കി. എൻ്റെ ആ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നത് മണ്ണ് കൊണ്ടുണ്ടാക്കിയ വീടുകളാണ് മുഴുവനായിട്ടുള്ളത്. ഇന്ന് നമ്മൾ രാജസ്ഥാൻ ഭാഗങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഇപ്പോഴും. എന്നിട്ട് പുള്ളിയോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഇന്ന് പോകണ്ട, ഇന്ന് ഇവിടെ നിൽക്കാം, നിങ്ങൾ ഇതിനേക്കാളും സുന്ദരമായ സ്ഥലം അൽമന്തക്കിൻ്റെ അപ്പുറത്തെ ഭാഗത്തിന് അതൊക്കെ കണ്ടിട്ട് പോകാമെന്നാണ്. പക്ഷെ നമ്മളൊന്നും വേണ്ട, ഇന്നിനി നിൽക്കാൻ കൊള്ളില്ല എന്നുള്ളതുകൊണ്ട് പുള്ളിയും ദമാമിൽ അറംഫിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അദ്ദേഹം ഇവിടെ. അദ്ദേഹം എല്ലാം അറിയാം. അവിടെ നിന്നിട്ട് നേരെ തായ്ഫിൽ വിട്ടു. തായ്ഫിൽ റിയാസിനെ കണ്ടു. ഈ യാത്ര തുടങ്ങുമ്പോൾ ബലിപെരുന്നാളായതുകൊണ്ട് ഒരുപാട് പേര് പറഞ്ഞു നിങ്ങൾക്ക് ജിദ്ദയിൽ നിന്ന് ഇറങ്ങാൻ കഴിയില്ല, കാരണം ഇറാൻ കെട്ടുന്ന അവിടെ നിന്ന് നമുക്ക് പിന്നെ ഹിന്ദുസിന് പോകാൻ കഴിയില്ല എന്നിട്ട് കുറേ പറഞ്ഞു. നമുക്ക് പിന്നെ ഈ കാര്യങ്ങൾ അറിയുമ്പോൾ നമ്മൾക്ക് അവിടെ നിർത്തില്ല. അത് പറ്റുമോ എന്നുള്ള ഒരു ചെറിയൊരു മോശ സ്വഭാവമുണ്ട്. പറ്റുമോ എന്നുള്ളത് നമുക്ക് പോകാം, അങ്ങനെയായിരുന്നു നല്ല രീതിയിൽ. അപ്പം റിയാസും കുറേ അന്വേഷിച്ചെല്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞു. നല്ല രീതിയിൽ അവിടെ നിന്ന് ജിദ്ദയിൽ നിന്ന് തായ്ഫിൽ ഒരുപാട് കാണാനുണ്ട് കേട്ടോ. തായ്ഫിൽ നിങ്ങൾ ആരും പോവുകയാണെങ്കിൽ ഒരുപാട് കാണാനുണ്ട്. അതിലേറ്റവും മസ്റ്റായിട്ട് കാണേണ്ട ഒരു പ്ലേസാണ് അൽ ഷെരീഫ് മ്യൂസിയം. അതെല്ലാവരോടും പറയുകയാണ്, കാണുന്നവരാരുണ്ടെങ്കിൽ സൗദി അറേബ്യയിൽ ആരും വരുവാണെങ്കിൽ അൽ ഷെരീഫ് മ്യൂസിയം നിർബന്ധമായിട്ട് കാണണം. പിന്നെ ഈ യാത്രയിൽ അക്കോമഡേഷൻ ബുക്ക് ചെയ്തിട്ടില്ല, എവിടെയാണ് റെസ്റ്റോറൻറ്റ് എന്നറിയില്ല, എവിടെയാണ് ഹോട്ടൽസ് എന്നറിയില്ല, എങ്ങനെ തങ്ങണം എന്നറിയില്ല, ഏതാണ് സിറ്റി, ആ സിറ്റിയിൽ എത്ര അവൈലബിലിറ്റി ഒന്നും അറിയില്ല കേട്ടോ. ആത്മാർത്ഥമായിട്ട് പറയാണ്.
എന്തോ പോസിറ്റീവ് വൈബ് ആ മണ്ണിൻ്റെ ആ ഒരു ശക്തിയാവാം എന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തൂവാലെത്തിയപ്പോൾ തൂവാൽ ഏറ്റവും നല്ല ബീച്ചാണ്. അവിടെ നിന്ന് യൂണിവേഴ്സിറ്റിൻ്റെ ഇതൊക്കെ കണ്ട് തൂവാലെത്തിയപ്പോൾ പിന്നെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് രാത്രി ആയതുകൊണ്ട് പോകാൻ കഴിയുന്നില്ല. അവിടെ നിന്നിട്ട് നേരെ യാമ്പൂലേക്ക് അല്ലേ, യാമ്പൂൽ പോയി. യാമ്പൂൽ എത്തിയപ്പോഴാണ് തെങ്ങ് കാണുന്നത്. വീഡിയോ ഇട്ടപ്പോൾ പിന്നെ ആ ഭാഗത്തുള്ള ആൾക്കാരപ്പം നീഞ്ചോട്ടെ ഇതൊക്കെ നമ്മളെ വീടിൻ്റെ മുന്നിലൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ കമൻറ്റ്. നമ്മൾ നാട്ടിൽ നിന്ന് വന്നിട്ട് ആദ്യമായിട്ട് തെങ്ങ് കണ്ടത് നമ്മൾ ഈ വീഡിയോ ഇട്ടതായിരുന്നു. നമുക്ക് ഒരുപാട് തെങ്ങുകൾ അവിടെ, അതായത് അവരുടെ മിനിസ്ട്രി തന്നെ അവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പനക്ക് പകരമായിട്ട് തെങ്ങ്, പാമ്പിന് പകരമായിട്ട് തെങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ തേങ്ങ നമ്മുടെ നാട്ടിൽ ഇത്രയില്ലേ പോലും ഇച്ചിരി ഉണ്ട്, കാരണം ഡ്രൈ ആയിട്ടില്ലല്ലേ. അതൊക്കെ കണ്ട് മുന്നോട്ട് പോയിട്ട് യാമ്പൂന്ന് പിന്നെ നേരെ ഷർമ്മ വഴി, അതായത് ഒന്നും സ്ഥലം അറിയില്ല കേട്ടോ ആ സമയത്ത്, ഷർമ്മ വഴി ഇങ്ങനെ പോവാണ്. റെഡ് സീയുടെ സൈഡിലൂടെ പോവാണ്. റെഡ് സീയുടെ സൈഡിലൂടെ പോകുന്ന യാത്ര എന്ന് പറയുന്നത് ഒരിക്കലും മറക്കാൻ കഴിയില്ല. റെഡ് സീ എന്ന് പറഞ്ഞാൽ റെഡ് സീ തന്നെയാണത്. അത് ഭയങ്കരം തന്നെ. അതിലൂടെ ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നേരത്തെ പറഞ്ഞ അതേ വൃത്തിയുടെ സ്വഭാവം ഉള്ളതുകൊണ്ട് നല്ലൊരു യാച്ച്, അതായത് ഒരു ചെറിയൊരു കപ്പൽ ദൂരെ ഇങ്ങനെ കാണുവാണ് കടലിൽ നിന്ന്. ഇങ്ങനെ കടലിന് പാരലായിട്ടാണ് റോഡുള്ളത്. എനിക്കറിയുന്ന ഓർമ്മയുള്ള കാര്യം പറയുന്നത് കേട്ടോ. ഒരുപാട് പ്രാവശ്യം അതിൻ്റെ ചിലപ്പം സെയിൽസ്മാനൊക്കെ ഇതിലൂടെ ഒരുപാട് യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് നീഞ്ചിട്ട് അങ്ങനെ ഇങ്ങനെ എന്ന് പറയുന്നത് എൻ്റെ ഒരു നേരത്തെ കണ്ണിൽ ചിമ്മിപ്പോയ കാര്യങ്ങൾ മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പോൾ അവിടെ യാച്ച കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നതാണെങ്കിൽ അവിടെ ഒരു ഗേറ്റ് തുറന്നിട്ടുണ്ടായിരുന്നു. നേരെ ആ ഭാഗത്തേക്ക് പോയി അവിടെ പോയി യാച്ച കണ്ട് വീഡിയോ ഷൂട്ടൊക്കെ എടുത്ത് നമ്മൾ 2 പാട്ടൊക്കെ റീൽസ് അത് എടുത്ത് തിരിച്ച് വരുമ്പോഴേക്ക് ബാക്കിൽ നിന്ന് ഹോൺ അടിച്ചു. ഡിഫൻസ് മീൻസ് ഇവിടുത്തെ കോസ്റ്റ് ഗാർഡ് വിളിച്ച് നിർത്തി. എന്താ വീഡിയോ എടുത്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാർ അറിയാത്ത രീതിയിൽ അറബി, അറിയുന്ന രീതിയിൽ ഇംഗ്ലീഷൊക്കെ കൂട്ടിക്കുഴച്ചിട്ട് ഇങ്ങനെ കണ്ടിട്ട് എടുത്താന്ന് പറഞ്ഞു. പുള്ളിയൊന്ന് മൊബൈൽ എടുക്കാൻ പറഞ്ഞു. മൊബൈൽ എടുത്തിട്ട് ഫുള്ള് വീഡിയോയും ഡിലീറ്റ് ചെയ്യിച്ചു. അതായത് ഡിലീറ്റ് മാത്രമല്ല പെർമനൻറ്റ് ഡിലീറ്റ് ആക്കിയതിന് ശേഷമാണ് വിട്ടത്. അവിടെ നിന്നിട്ട് അത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് അത് ഇവിടുത്തെ രാജാവുമായി ബന്ധപ്പെട്ടുള്ള ഒരു യാച്ചായിരുന്നു, ഒരു പേഴ്സണൽ പ്രൈവറ്റ് യാച്ചായിരുന്നു. അത് അത്രയും സേഫ്റ്റി ഉള്ളതാണ്, സെക്യൂരിറ്റിയിലാണ്. ആ ഗേറ്റ് എന്തോ ഇതിന് തുറന്നു കണ്ടതുകൊണ്ട് ഞാൻ കയറിപ്പോയതാണ്. പിന്നീട് അറിയാൻ പറ്റിയത് ഇതുപോലെ കയറിയ ആൾക്കാർ പുറത്തു പോലും ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയ്ക്ക് ഉണ്ടായെന്ന് അറിയാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഈ തുറയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പേരെ പോകുന്നത് ദുബയിലേക്ക് അല്ലേ, ദുബ കണ്ട് ദുബൈയിൽ നിന്ന് പിന്നെ പോകുന്നതാണ് ഏറ്റവും റിസ്കി ആയുള്ള സംഭവം. വാദി ദിസ എന്ന് പറയുന്ന സ്ഥലം. അവിടെ കയറുമ്പോൾ കണ്ടത് മലയാളത്തിൽ മലയാളി എന്ന് എഴുതിച്ചിരിക്കുക. മലയാളി ഇല്ലാത്ത സ്ഥലമില്ല. നല്ല ഒരുപാട് മലയാളീസ് ഉണ്ടാവും ചിലപ്പം. അതിനുള്ളിലേക്ക് വെറും നാട്ടിലുള്ളവർക്ക് മാത്രമേ അതിനുള്ളിൽ കയറാൻ പെർമിഷൻ ഉള്ളൂ. അതൊക്കെ കറങ്ങി തിരിഞ്ഞു വന്നപ്പോൾ വണ്ടി അവിടെ വെച്ചു. ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കണം, കാരണം ആർക്കും ഇനി അനുഭവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് അത് പറയുന്നത്. വണ്ടി സൈഡിൽ വെച്ച് എല്ലാം ഇതൊക്കെ ആക്കിയിട്ട് നമ്മൾക്കൊരു സ്വഭാവമുണ്ട്. വണ്ടി ഒരു സ്ഥലത്തു നിന്ന് ഒരു യാത്ര ചെയ്തിട്ട് അടുത്ത യാത്ര പോകുമ്പോൾ തന്നെ വണ്ടിയിലുള്ള സാധനം മുഴുവൻ തട്ടിയിടുക. ഓക്കെ, തട്ടിയിടുന്നില്ല. അത് വിട്ട് വണ്ടി എടുത്ത് ഇതേപോലെ തന്നെ വണ്ടി എടുത്ത് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഈ നമ്മളെ ലാൻഡ് ക്രൂയിസറിൽ നമ്മൾ ഇതിനുള്ളിലേക്കൊക്കെ കൊണ്ടുപോയി അദ്ദേഹം പറഞ്ഞ് എൻ്റെ പുള്ളിക്ക് നല്ല മാവിൻ്റെ അവിടെ ഒരുപാട് മാമ്പഴത്തിൻ്റെ തോപ്പുകളുണ്ട്, അതിൻ്റെ എസ്റ്റേറ്റുകളുണ്ട് കുറേ. അത് കാണാൻ നമുക്ക് നീ കുറച്ച് മാമ്പഴമൊക്കെ തരാം, മക്കളൊക്കെ ഉള്ളതിന് ഭയങ്കര ഇഷ്ടമായി. പ്രായമുള്ളൊരു ഉപ്പാപ്പയായിരുന്നു. കൂട്ടിക്കൊണ്ടുപോകുന്ന ബാക്കിൽ നിന്നുണ്ട് അടുത്ത എൻവയോൺമെൻറ്റൽ സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ട്. അവിടെ ഏറ്റവും സ്ട്രിക്റ്റ് ആണ് എൻവയോൺമെൻറ്റൽ സെക്യൂരിറ്റി, കോസ്റ്റ് ഗാർഡ് അല്ല കേട്ടോ. ബാക്കിൽ നിന്ന് ഹോൺ അടിച്ചു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് റീൽസൊക്കെ എടുക്കുന്ന രണ്ടുപേരും ഉണ്ടായിരുന്നു, രണ്ടുപേരും കാണുന്നുണ്ട്. അവിടെ നിന്ന് ഹോൺ അടിച്ചിട്ട് നിർത്തിച്ചു. അപ്പോൾ കണ്ടപ്പോൾ തന്നെ പുള്ളി പറഞ്ഞു എന്തോ പന്തികേടുണ്ടെന്ന്. നിർത്തിയിട്ട് പറഞ്ഞു അറബിയിൽ നല്ല എനിക്ക് ശരിയായ അറബിയാണ് പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല, എന്താ മനസ്സിലായില്ല. പുള്ളി അളത്താലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി പോകാൻ വേണ്ടിയിട്ട്. വണ്ടി എടുത്തിട്ട് പിന്നാലെ പോകുമ്പോൾ വണ്ടി പുഴിയിൽ താണപ്പോൾ പൊക്കാനുള്ള ഒരു വാക്കില്ല. പക്ഷേ അദ്ദേഹം തന്നെ ആ മിലിറ്ററിക്കാർ തന്നെ നമ്മളെ ഉപദ്രവിക്കാം എന്നുള്ള രീതിയിൽ ഉപദ്രവിക്കാൻ വന്നതല്ല, അവർ തന്നെ ഓഫീസിൽ പോയി അതിൻ്റെ കയറൊക്കെ കൊണ്ടുവന്ന് സ്ലിങ്ങൊക്കെ കൊണ്ടുവന്ന് നമ്മളെ വണ്ടി വലിച്ച് കയറ്റിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് പറഞ്ഞു 2 ബോട്ടിൽ, ഒരു നാദയുടെ അൽമറയുടെ ജ്യൂസിൻ്റെ ബോട്ടിലും ഒരു വാട്ടർ ബോട്ടിലും 2-3 ടിഷ്യൂ, 2 ബോട്ടിൽ. എന്നോട് പറഞ്ഞാൽ കുനിഞ്ഞെടുത്തോന്ന് പറഞ്ഞു. തറയെന്ന് കുനിഞ്ഞെടുത്തിട്ട് അതിനടുത്തുള്ള ബലദിയ ഡ്രമ്മിൽ എടുത്തിട്ട് പറഞ്ഞു ഇത് വായിക്കാൻ പറഞ്ഞു. അറബിയ എഴുതിയത് വായിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞു മോളെടുത്ത് പറ്റിപ്പോയതാണ്, സോറി മോളെ വേണ്ടിയിട്ട്. മാളൂസ് ആണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് പഠിപ്പിക്കുന്നവളാണ്, ഒരു വേസ്റ്റ് പുറത്ത്. അത് പണ്ട് പറഞ്ഞു കൊടുത്തപ്പോൾ ബലദിയയിലെ പാവങ്ങൾ ജോലി ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ അവൾക്ക് മനസ്സിലായിട്ട് നമ്മളിടുമ്പോൾ ഞാൻ ടിഷ്യൂ അല്ലെങ്കിൽ ചോക്ലേറ്റൊക്കെ ചൂയിങ്കൊക്കെ കഴിച്ചിട്ട് പേപ്പർ ഇട്ട് ഞാൻ തെറിവ് അറിയുന്ന അവളെ കയ്യിൽ നിന്നാണ് ഇത് സംഭവിച്ചത്. അവൾ തറയിലിട്ടപ്പോൾ അവർ പറഞ്ഞു ഇത് ഇവിടെ ഏറ്റവും വലിയ ശിക്ഷയാണ്,
കാരണം അത്രയും എൻവയോൺമെൻറ്റ് സെക്യൂരിറ്റി അത്രയും സ്ട്രിക്റ്റാണ് അവിടെ. കാരണം നിയോം പ്രൊജക്റ്റ് വരുന്നത് കൊണ്ട് തന്നെ അത് സൽമാൻ രാജാവിൻ്റെ സ്പെഷ്യൽ സോണാണത്. അവിടുന്ന് വിട്ടില്ല, എടുത്തിട്ടിട്ട് പിന്നാലെ വരാൻ പറഞ്ഞു. നെഞ്ചിട്ടിച്ച് പണ്ടം കീറി. മറക്കില്ല ഞാൻ ഈ പ്രവാസം.